ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ട കൊട്ടയപ്പമാണ്. ചില ആൾക്കാർ കൊരട്ടയപ്പം എന്ന് പറയും, ചില ആൾക്കാർ കൊട്ടയപ്പം എന്ന് പറയും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം. കൊട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയൊക്കെ മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 8 മുട്ടയ്ക്ക് 1 കിലോ മൈദയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ 6 മുട്ടയല്ല എടുത്തത്, അതുകൊണ്ട് ഞാനിതിലേക്ക് 3/4 കിലോ മൈദ ഇട്ട് നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കുഴച്ചെടുത്ത് കുറച്ച് വലിയ ഉരുള എടുത്തിട്ട് ചപ്പാത്തിക്ക് പോലെ പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കാൻ. പിന്നെ ഇതൊരു മരുന്നിൻ്റെ ഒക്കെ അടപ്പുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കണം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആദ്യം പറയുന്നത് ഉമ്മ കൊട്ടയപ്പം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്ത് തുണിയിലും പ്ലേറ്റിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയ പാത്രമാണ് വെച്ചിട്ടുണ്ട്. കുറേ ഒന്നിച്ചിടാൻ വേണ്ടി കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. നല്ല കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് കൂടി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ഇങ്ങനെ ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൂടി നല്ല കളറായി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ ഞാൻ ബാട്ടുപത്തൽ ഈത്തപ്പായം ഫ്രൈ ഒക്കെ ചെയ്തായിരുന്നു. ബാട്ടുപത്തൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് വീണ്ടും ഇടാത്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇതുകൂടി നല്ല കളറായി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൊട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇത് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.